വേണുവിന്റെ ഫ്രണ്ടാ, കാണാൻ വന്നതാ. വേണു, ഓർക്കുന്നുണ്ടോ എന്നെ? നീ മറക്കാൻ വഴിയില്ല. നീ ശരിക്കും ഒന്ന് ഓർത്തു നോക്കിയേ, ഇത് ഞാനാ വേണു, മനോജ്. അയ്യോ, എന്താ വേണു ഏട്ടാ? എന്താ പറ്റിയേ? എന്താ ഇങ്ങനെ? നിങ്ങൾ തിരിച്ചറിഞ്ഞെന്ന് തോന്നുന്ന വേണുട്ടാ. കണ്ടില്ലേ ഗീതു, ഞാൻ പറഞ്ഞില്ലേ വേണുവിന് എന്നെ മറക്കാനാവില്ലെന്ന്. ഇപ്പോഴെന്തായി? റിലാക്സ് വേണു, നീ വേഗം സുഖപ്പെട്ടു വരാൻ ഞാൻ പ്രാർത്ഥിക്കാം. ചേട്ടോ, ഒരു പാക്കറ്റ് സിഗരറ്റ്. മച്ചാൻ ഏതാ ബ്രാൻഡ്? ഓ, ഏതായാലും മതി. ഇതെന്റെ ഫ്രണ്ടാ. എന്താ വേണ്ടെന്ന് വെച്ചാ മച്ചാൻ ചോദിക്കുന്ന കൊടുത്തേക്കണം. ഓ, കാശ് ഞാൻ തന്നോളാം. മച്ചാനെ, നീ പോകുന്നവരെ നമുക്ക് ഈ നാട്ടിലൊരു കളി കളിക്കണം. ആകെ മൊത്തം ഒന്ന് വെളുപ്പിക്കണം. വേണ്ടേ? വേണോ? വേണം. നാട്ടുകാർക്ക് എന്തെങ്കിലും ഒരു ത്രില്ല് വേണ്ടേന്ന്. കൃത്യമായിട്ട് വരവുണ്ടല്ലോ വെച്ചോ. പണി നമുക്ക് നീ വണ്ടി ഇടും. ഓടിക്കോ. ചെല്ലോടെ പെട്ടെന്ന് പണിയെടുക്ക്. വേഗം വാ വാ വാ. അവിടെ ഇങ്ങോട്ട് വാ. നിക്കണോ ഓടി തോപ്പിക്കുന്നോളാ. അത് ശരി. ഞാനൊന്നും ചെയ്തില്ല. ഹലോ സാർ, ഞാൻ എന്ത്
അമ്മിണിയമ്മേ, അമ്മിണിയമ്മേ. നിന്റെ ഹരിയേട്ടൻ എന്താടി പ്രാന്താണോ? നിന്നൊന്ന് നോക്കിയാ, നിന്നോടൊന്ന് മിണ്ടിയാൽ അപ്പ പോലീസ് വണ്ടി അങ്ങ് അയക്കും, പിന്നെ കൊണ്ടുപോയി ഇടിയ. അയാൾക്ക് നിന്നെ അത്രയ്ക്ക് ഇഷ്ടമാണെങ്കിൽ അയാളുടെ കുടുംബത്തിലേക്ക് കൊണ്ടുപോകാൻ പറയടി. അവിടെ കൊണ്ടു ചെന്ന് കെട്ടുകാഴ്ച വെക്കാൻ പറ. അല്ലെങ്കിൽ നിന്നെ അവിടുത്തെ പൂജാമുറിയിൽ പ്രതിഷ്ഠ നടത്താൻ പറ. സ്വസ്ഥമായിട്ട് പുറത്തിറങ്ങി നടക്കാലോ ബാക്കിയുള്ളവർക്ക്. ഇതേ സ്നേഹം സംരക്ഷണമൊന്നുമല്ല, അയാൾക്ക് നിന്നെ വിശ്വാസമില്ല. അതാണ് നിന്നെ മിണ്ടും കാണുകയും ചെയ്യുന്നവരോട് ലോക്കപ്പ് കൊണ്ടുപോയി ചവിട്ടുന്നത്. അടികൊണ്ട വേദന ഓർത്ത് പിന്നൊരുത്തരും നിന്റെ അടുത്ത് വരില്ലല്ലോ. അല്ല, അയാളെ പറഞ്ഞിട്ട് കാര്യമില്ല. നിന്നെ എന്തിന്റെ പേരിലാടി അയാൾ വിശ്വസിക്കുക? സ്വന്തം ഏട്ടനായി കാണണമെന്ന് പറഞ്ഞ അയാളെ തന്നെ സ്വന്തം കുഞ്ഞിന്റെ അച്ഛനാക്കിയവളല്ലേ നീ? ചുടുവെള്ളത്തിൽ വീണ പൂച്ച അയാള്. പച്ചവെള്ളം കണ്ട പേടിക്കല്ലോ. മതി, നിർത്ത്. നീ എന്തൊക്കെ പറഞ്ഞാലും എന്തൊക്കെ കാണിച്ചു കൂട്ടിയാലും നിന്നെ സ്നേഹിക്കാനോ നീ ആഗ്രഹിക്കുന്ന പോലെ നിന്റെ കൂടെ ഇറങ്ങി വരാനോ പോകുന്നില്ല ഞാൻ. പിന്നെ എന്തിനാ നീ എന്റെ കാര്യത്തിൽ ഇങ്ങനെ ഇടപെടുന്നേ? നീ എന്റെ ആരാ? നീ എന്റെ ഹരിയേട്ടനെ കുറ്റപ്പെടുത്തി പറയുന്ന വാക്കുകളുണ്ടല്ലോ, അതിന്റെ 1000 ഇരട്ടി അർത്ഥത്തിൽ ഞാൻ നിന്നെ വെറുക്കയാ. അല്ലെങ്കിൽ ആർക്ക് വേണം നിന്നെ? എന്തിനാ നിന്നെ? ഒരുപാടൊന്നും അഹങ്കരിക്കുന്ന മൈനെ. നീ കാത്തിരുന്നോ, ഒടുവിൽ നിന്നെ അവൻ തെരുവിലാ തള്ളാൻ പോകുന്നേ. തന്തയില്ലാതെ പിറന്ന സന്താനത്തിനും കൊണ്ട് തെരുവ് നായെ പോലെ അലയും നീ. എച്ചിൽ കൂണുകൾക്കിടയിൽ ഒരു നേരത്തെ ആഹാരത്തിന് വേണ്ടി അലയും നീ. പേപ്പിടിച്ച നായ്ക്കൾ കടിച്ച് കീറും നിന്നെ. അതാണ് നിന്റെ വിധി. അതാണ് നിന്റെ അഹങ്കാരത്തിന് കാലം തരുന്ന ശിക്ഷ. സഹിച്ചോളാം, ഏത് നരകവും സഹിച്ചോളാം. എന്നാലും മൈന് നിന്നെ തേടി ഒരിക്കലും വരില്ല. നീ എന്തിനാണ് ഇവിടെ വന്നത്? ഇവിടെ വരരുതെന്നല്ലേടാ നിന്നോട് പറഞ്ഞിരിക്കുന്നത്? തല്ലുകൊണ്ട് ചാകാനാണോ നിന്റെ തീരുമാനം? പോ, വേഗം പൊക്കോ, ഇവിടെ കിടന്ന് ചാകാണ്ട്. തല്ലുകൊണ്ട് ചാവാൻ പോകുന്നത് ഞാനല്ല, നിങ്ങളുടെ മകനാ രഘു. രഘു. അവനിപ്പോ എവിടെയാന്നറിയാമോ നിങ്ങൾക്ക്? ചോദിക്കുള്ളോട്. ഇവൾക്കറിയാം. ഹാ, ചോദിക്കമ്മണിയമ്മേ, രഘു ജീവിച്ചിരിപ്പുണ്ടോ അതോ തല്ലി കൊന്നോന്ന് ചോദിക്കേ. എന്തൊക്കെ പറയുന്നേ? അറിഞ്ഞില്ലെങ്കിൽ അറിഞ്ഞോ, രഘുവിനെ ഹരിശങ്കറിന്റെ പോലീസ് വന്ന് പിടിച്ചോണ്ട് പോയി. അയാൾക്ക് വേണ്ടി ഇവളുടെ ഈ നാണം കെട്ട ഗർഭത്തിന് കാവലിരുന്നതിന് ഹരിശങ്കർ നിങ്ങൾക്ക് തന്ന പ്രതിഫലം. പെറ്റമ്മയോടൊപ്പം ജീവിക്കാൻ കൊതിച്ചു വന്ന രഘുവിനെ ഹരിശങ്കർ ഒഴിവാക്കി. മതിയായില്ല നിങ്ങൾക്ക്? ഇനി പഴമ്പായിൽ പൊതിഞ്ഞു കെട്ടിയ രഘുവിന്റെ ശവം ഏതെങ്കിലും പൊന്തക്കാട്ടിലോ റെയിൽവേ ട്രാക്കിലോ കണ്ടു കിട്ടും നിങ്ങൾക്ക്. സന്തോഷമായില്ല രണ്ടുപേർക്കും? എന്നിട്ട് എന്റെ രഘു. ഓ, ഞാൻ ഇത്രയും പറഞ്ഞിട്ട് തലയിൽ കേറിയില്ലേ നിങ്ങൾക്ക്? രഘുവിനെ ഹരിശങ്കറിന്റെ പോലീസ് വന്ന് പിടിച്ചോണ്ട് പോയി. എന്തിന്? അവരെന്തു കുറ്റം ചെയ്തത്? അതെന്നോടല്ല, ചെന്ന് നിങ്ങളുടെ ദൈവത്തിനോട് ചോദിക്ക്, ഹരിശങ്കറിനോട്. രഘു ഇവിടെ താമസിക്കുന്ന ഇവൾക്ക് ഇഷ്ടമല്ല, ഹരിശങ്കറിന് ഇഷ്ടമല്ല. അതാണ് കാരണം. ഇവൾക്ക് ഇവിടെ സുഖമായിട്ട് ജീവിക്കാൻ, ഹരിക്ക് തോന്നും പോലെ കയറി ഇറങ്ങാൻ രഘു ഒരു തടസ്സമാ. ആ തടസ്സം ഹരിശങ്കർ അങ്ങ് നീക്കി. ഇപ്പൊ മനസ്സിലായോ? ചെന്ന് ചോദിക്ക്. ഇപ്പൊ ചോദിച്ചാൽ ചിലപ്പോ പൊന്നുമോന്റെ ശവെങ്കിലും കിട്ടും.
Stop it. What is this? തല്ലുകൊണ്ട് ഇവിടെ എന്തെങ്കിലും സംഭവിച്ച ആര് സമാധാനം പറയും? സാർ അത് ഞാൻ ഇവരെ ഒന്ന് കൂട്ടിക്കൊണ്ടുവരാനാ നിങ്ങളോട് പറഞ്ഞത്, അല്ലാതെ ഇതുപോലെ ഭേദം ചെയ്യാൻ പറഞ്ഞില്ല. ആൻസർ മീ. പഴയ ആ ഇടിയം പോലീസിന്റെ ഒക്കെ കാലം മാറി. വെള്ളം, ഇത് വെള്ളം തന്നെ അല്ലടോ? യെസ് സാർ. എനിക്ക് ഒരുപാട് കടപ്പാടുള്ള ഒരു സ്ത്രീയുടെ മകനെ വരും. ഇത്രയ്ക്ക് വേണ്ടായിരുന്നു. അതല്ല സാർ, സാറ് പറഞ്ഞപ്പോ ഇവനെ പിടിച്ചോണ്ട് വരാനാണ് ഞങ്ങൾ പോയത്. പക്ഷേ അതത്ര ഈസി ആയിരുന്നില്ല. അതിന് ഇങ്ങനെ മർദ്ദിക്കണോ? സർ, ഹീസ് എ ക്രിമിനൽ. സോ വാട്ട്? ഒരു മർഡർ കേസിൽ ജയിലിലായിരുന്നു. കോടതി ജാമ്യം അനുവദിച്ച കക്ഷിയാണ് ഇയാള്. അത് മാത്രമല്ല സർ, ഒരുപാട് കേസുകളിൽ പിടികിട്ടാത്ത പ്രതിയായ ഇയാൾ ബ്ലാക്ക് ലിസ്റ്റിലുള്ളതാ. കേസ് ചാർജ് ചെയ്തിട്ടുണ്ട്. ഒരുപാട് പ്രാവശ്യം പോലീസിന്റെ വല പൊട്ടിച്ച് ചാടിക്കളിക്കായിരുന്നു ഇവൻ. ഇനി നാളെ കോടതി ഹാജരാക്കും. അതിനു മുമ്പ് ഇവന്റെ ഉള്ളിലുള്ളതൊക്കെ പുറത്തു ചാടിക്കാൻ വേറെ വഴിയില്ല സർ. അതാ സാറ് പോയിക്കോളൂ. ദിസ് ഈസ് മൈ ഡ്യൂട്ടി. ഓക്കെ. വെള്ളം നിനക്ക് ഞാൻ പാലും വെള്ളം തരണം. ഞാൻ സിദ്ധുവേട്ടനെ വിളിച്ചു പറഞ്ഞു. അടുത്ത ആഴ്ച ഹോസ്പിറ്റലിൽ വേണുവേട്ടന് പോകേണ്ടത്. വരാന്ന് സമ്മതിച്ചിട്ടുണ്ട്. വരും. ഞാൻ വിളിച്ച എത്ര അപമാനിച്ചിറക്കി വിട്ടടുത്തേക്കാണെങ്കിലും ഏട്ടൻ വരും. പാവ അത്. എന്താ ഇഷ്ടായില്ലേ വന്നത്? ഇഷ്ടപ്പെടേണ്ട കാര്യമില്ലല്ലോ. എന്തിനാ വന്നേന്നാ ചോദിച്ചത്. അത് നിന്നോട് പറയേണ്ട ആവശ്യമില്ല. എന്നോട് പറഞ്ഞു നോക്കൂ. കാരണം ഇത് എന്റെയും എന്റെ ഭർത്താവിന്റെയും റൂമാ. എന്ന് വെച്ചാൽ ഞങ്ങളുടെ പേഴ്സണൽ. ഇവിടേക്ക് ഈ നേരത്ത് കയറി വന്നാ അതെന്തിനാണെന്ന് അറിയാനുള്ള അവകാശം എനിക്കുണ്ട്. എന്നാ കേട്ടോ നീ, ഞാൻ വേണുവിനെ കൊണ്ടുപോവാൻ വന്നതാ. കൊണ്ടുപോകാനോ? എവിടേക്ക്? എന്റെ റൂമിലേക്ക്. ഇനി മുതൽ വേണു അവിടെ കിടന്നാ മതി. ഞാൻ നോയിക്കൊള്ളാം വേണുവിനെ. ഇനി നീ അങ്ങനെ ഒരുപാട് കഷ്ടപ്പെടണ്ട. വേണുവിന്റെ കട്ടിലിന് കാവലിരുന്നു എന്നുള്ള പേരിലല്ലേ ഇവിടേക്ക് നീ വീണ്ടും വലിഞ്ഞേറി വന്നത്. ഇനി ആ അധികാരം വേണ്ട. എന്റെ കുഞ്ഞിന്റെ അച്ഛനെ നോക്കാനും അന്വേഷിക്കാനും ഒക്കെ ഞാനുണ്ട് ഇവിടെ. വേണു, പോകാം നമുക്ക്. മാറി നിക്ക്. ഓ, ഇറങ്ങി പോവാൻ. എന്നെ തടയാൻ നീ ആരാ? ഇതാണ് അവകാശം. ഇത് കഴുത്തിലില്ലാതെ ഗർഭം ധരിക്കുന്ന നിന്നെ പോലുള്ള പെണ്ണിനെ സമൂഹം ഒരു പേര് വിളിക്കും. ആ പേര് വിളിക്കാൻ എന്റെ അന്തസ്സിന് കഴിയില്ല. വേണ്ട ഗീതു. ഈ മനുഷ്യൻ കെട്ടിയ ഈ താലി എന്റെ കഴുത്തിലുള്ളിടത്തോളം കാലം നിനക്ക് വേണുവേട്ടനെ ഇവിടുന്ന് കൊണ്ടുപോകാനാവില്ല. പോവാൻ. എന്ത് വേണം? എന്റെ പേര് അമ്മണി എന്നാ. ഞാൻ ഹരിസാറിനെ കാണാൻ വന്നതാ. ഹരിയേട്ടൻ ഇവിടെ ഇല്ല, പിന്നെ വരൂ. എന്നെ ചിലപ്പോ പറഞ്ഞ മോക്ക് അറിയാൻ കഴിയുമായിരിക്കും. ഹരിസാറ് മൈനയെ ഒളിപ്പിച്ച് താമസിച്ചിരുന്ന വീടില്ലേ, അവിടെ മൈനയ്ക്ക് കൂട്ടിലുണ്ടായിരുന്ന ഒരു അമ്മണിയമ്മയെ പറഞ്ഞു കേട്ടിട്ടുണ്ടോ? അത് ഞാനാ. നിങ്ങൾ എന്തിനാ ഇവിടേക്ക് വന്ന്? എന്റെ മോൻ എവിടെയെന്ന് ചോദിക്കാൻ. ഒന്ന് കുഴിച്ചു മൂടിയോ
അതോ ജീവനോടെ ഉണ്ടോന്നറിയാൻ. കുഞ്ഞെ, നിങ്ങളൊക്കെ വലിയ ആളുകളാ. നിങ്ങൾക്ക് ഒരുപാട് ഒളിക്കാനും മറയ്ക്കാനും ഉണ്ടാകും. അതിന് കാവൽ നിൽക്കാൻ ഞങ്ങളെ പോലുള്ള പാവങ്ങളെ കൂട്ടും. ഒടുക്കം കാര്യം കഴിയാറാവുമ്പോ ഞങ്ങളെയൊക്കെ കൊന്നു കുഴിച്ചുമൂടി അങ്ങ് തീർക്കും. നിങ്ങൾ എന്തൊക്കെയായി പറയുന്നത്? ഇവിടെ ഒന്ന് പിച്ചും പേയും പറയാതെ പോവാൻ നോക്ക്. പോകാം, പൊയ്ക്കൊള്ളാം. ഒരുപാട് നാളുകൾക്ക് ശേഷം ഞാൻ എന്റെ മകനെ ഒന്ന് കാണുന്നത്. അവനിപ്പോഴാ എന്നെ അമ്മയെന്നൊന്ന് വിളിക്കുന്നത്. അത് കേട്ട് കൊതി മാറിയില്ല കുഞ്ഞെ. അതിനു മുമ്പ് ഹരിസാറിന്റെ പോലീസ് ഏതോ ഇല്ലാത്ത കുറ്റങ്ങൾ ചാർത്തി അവനെ പിടിച്ചോണ്ട് പോയി. പോലീസുകാര് അവനെ തല്ലിക്കൊന്നു എന്നാ നാട്ടുകാര് പറയുന്നത്. അതിനു മാത്രം എന്റെ മോൻ ഹരിസാറിനോട് ഒരു തെറ്റും ചെയ്തിട്ടില്ല. മൈന താമസിക്കുന്ന വീട്ടില് എന്റെ മകൻ ഒന്ന് വന്നു എന്ന് പറഞ്ഞ ഹരിസാർ എന്നോട് ഈ ചതി ചെയ്തത്. ആ മൈന എന്ന് പറയുന്ന കൊച്ചിനെ സ്വന്തം അമ്മയെ പോലെ സ്നേഹിച്ചവളാ ഞാൻ. എന്നിട്ടും എന്റെ മോൻ ആ വീട്ടിൽ വരുന്നതും മൈനയ്ക്ക് ഇഷ്ടമില്ല എന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഒരു വാക്ക് എന്നോട് പറയാമായിരുന്നു. എവിടേക്കെങ്കിലും പൊയ്ക്കോളൂ പറഞ്ഞേനെ ഞാൻ. എന്നോട് ഈ ചതി വേണ്ടായിരുന്നു. എല്ലാത്തിനും കാരണക്കാരി അവളാ, മൈന. അവൾക്ക് ഇഷ്ടമില്ലാത്തവരെ കൊല്ലിക്കും. ഒന്ന് ഇറങ്ങി പോകുന്നുണ്ടോ? പോകാൻ കുഞ്ഞെ. ഹരിസാറ് വരുമ്പോ കഴിയുമെങ്കിൽ പറയണം, അങ്ങേരെ ദൈവത്തെ പോലെ ബഹുമാനിച്ചിരുന്ന ഒരു പാവം അമ്മിണിയമ്മ വന്നിരുന്നു എന്ന്. ഒന്ന് കുഴിച്ചുകൂടിയില്ലെങ്കിൽ എനിക്ക് എന്റെ മകന്റെ മുഖം ഒന്ന് കാണിച്ചു തരാൻ ദയവുണ്ടാകണമെന്ന് ഒരു പെറ്റമ്മയുടെ അപേക്ഷയാണ്. ഏയ്, എന്താ വല്ലാതെ? ആരെവിടെ വന്നേ? ഒരു അമ്മിണിയമ്മ. അമ്മിണിയമ്മയോ? അതാരാ? മൈനയുടെ ഗർഭത്തിന് കാവലിരിക്കാൻ ഹരിയേട്ടൻ നിയമിച്ച സ്ത്രീ. മനസ്സിലായോ ഇപ്പൊ? മഹാപാപങ്ങൾ ചെയ്തു കൂട്ട ഹരിയേട്ട് മൈനയ്ക്ക് വേണ്ടി. ഇപ്പൊ ഇവിടുന്ന് ഇറങ്ങിപ്പോയ അമ്മയുടെ കണ്ണിൽ നിന്നും പൊഴിഞ്ഞത് ഹരിയേട്ടനുള്ള ശാപമാ. എന്തിനാ സിദ്ധു ഹരിയേട്ടൻ ഇങ്ങനെ ഇത്രയ്ക്ക് ദുഷ്ടനായി തീർന്നോ ഹരിയേട്ടൻ? ഏയ്, അത് വിട്. വാ വാ. നീ കാര്യം പറ. നെക്സ്റ്റ് വീക്കെൻഡിലെ സ്കൂളിൽ എന്തോ ഫംഗ്ഷൻ ഉണ്ട്. അമ്മേനെയും പപ്പേനെയും കൂട്ടിക്കൊണ്ട് ചെല്ലണമെന്നാ ടീച്ചർ പറഞ്ഞത്. നമുക്ക് പോണം കേട്ടോ. നല്ല രസമായിരിക്കും. ഡാൻസ് ഒക്കെ ഉണ്ട്. നമ്മൾ എന്താ ചെയ്യാ? പപ്പ വന്നാ എല്ലാരും പപ്പയെ വഴക്ക് പറയില്ലേ? അമ്മ വരാം. പോരെ? അപ്പൊ പപ്പയോ? പപ്പ ഇല്ലാത്ത കുട്ടികൾ പഠിക്കുന്നില്ലേ നിന്റെ സ്കൂളില്? മോള് വാ. ആഹാ, വന്നല്ലോ മുത്തശ്ശന്റെ രാജകുമാരി. മോള് വാ, ചോദിക്കട്ടെ. വാ. ഇന്ന് എന്തൊക്കെയാ പഠിപ്പിച്ചത്?
പറ മുത്തശ്ശൻ കേക്കട്ടെ. പഠിക്കാൻ ബഹുമിടിക്കുക അല്ല, അത് ഗൗരി അങ്ങനെ തന്നെ ആയിരുന്നു. മോളിങ് വാ, അമ്മമ്മ കാപ്പി എടുത്ത് വെച്ചിട്ടുണ്ട്. മോളെ, ഇത് അഡ്വക്കേറ്റ് ജോർജ് തോമസ്, അച്ഛന്റെ സുഹൃത്ത്. മോളെ മനസ്സിലായല്ലോ? പിന്നെ ഇതാണ് ഡോക്ടർ ഗൗരി മേനോൻ. ഹലോ ഗൗരി, മോളെ കാണാനാ അഡ്വക്കേറ്റ് വന്നത്. സോ ഗൗരി ഒരു ഡോക്ടർ ആയതുകൊണ്ട് കുറച്ചൊക്കെ ലീഗൽ ഫോർമാലിറ്റീസിനെ കുറിച്ച് വലുതായൊന്നും ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യമില്ലല്ലോ. മനസ്സിലായില്ലേ? മേനോ സാറ് പറഞ്ഞില്ലേ, ഞാൻ ഗൗരിക്ക് വേണ്ടി ഹരിശങ്കറിനെതിരെ ഒരു ഡിവോഴ്സ് നോട്ടീസിനെ കുറിച്ച് സംസാരിക്കാൻ വന്നതാണ്. ഗൗരി, എത്ര നല്ല ഫലമായാലും പഴുത്താൽ പറിച്ചെടുക്കണം, അല്ലെങ്കിൽ അത് ചീഞ്ഞ് ദുർഗന്ധം പരത്തും, പുഴുവരിക്കും. നിങ്ങൾ ഒരിക്കൽ ഹരി നല്ലവനായി നിന്റെ ജീവിതത്തിലേക്ക് തിരിച്ചു വരുമെന്ന പ്രതീക്ഷയൊന്നും വേണ്ട. കുറഞ്ഞു പോയത് കെട്ടി യോജിപ്പിക്കണ്ട, അത് മുളച്ചു നിൽക്കുകയുള്ളൂ. അതുകൊണ്ട് അച്ഛൻ നന്നായി. മറ്റാരെയും ബുദ്ധിമുട്ടിക്കാതെ ബാധ്യതകളൊക്കെ എളുപ്പം തീർത്തു കളയാലോ അല്ലേ? എന്റെ ജീവിതത്തിന്റെ ദുർഗന്ധം മറ്റാരും ശ്വസിക്കണ്ട. ബാക്കിയുള്ളവർക്കെങ്കിലും സമാധാനം ഉണ്ടാവുമല്ലോ. നന്നായി. ഡോക്ടർ വില്ലിങ് ആണെങ്കിൽ ദേ ഇതിലൊന്ന് സൈൻ ചെയ്തോളൂ. നമുക്ക് സ്പീഡായിട്ട് മൂവ് ചെയ്യാം. അല്പം തിരക്കുണ്ടേ. ഇതിപ്പോ മേനോൻ സാറ് വിളിച്ചതുകൊണ്ട് മാത്രമാണ് ഞാനീ വന്നത്. ഇല്ലെങ്കിൽ ജൂനിയേഴ്സിനെ സ്ഥിരം ഏൽപ്പിക്കാറ്. പ്ലീസ് അച്ഛൻ, ഞാൻ എന്തിനും ഒരുക്കാണ്. പക്ഷെ അതിനു മുമ്പ് എനിക്കൊരാളെ കാണണം, കണ്ട് സംസാരിക്കണം. ആരെ? ഒരാളെ. അതൊന്ന് എടുക്കണം അർജുനെ. അത് മുത്തശ്ശനാവൂ. അങ്ങേക്ക് ഈടെയായി ഭയങ്കര തത്വം പറച്ചില്ല. ഇവനൊക്കെ എടാ അതെടുക്കടാ, ഇല്ലെങ്കിൽ ചെവി തന്നെ കേൾക്കൂല. ഹലോ അർജുൻ, ഞാൻ ഗൗരിയ. അർജുൻ ഇപ്പൊ എവിടെയാ? എനിക്ക് അർജുനെ കാണണം. എന്താ ഡോക്ടറെ, അത്യാവശ്യമാണോ? അതെ, അത്യാവശ്യ. ഞാൻ വന്നോണ്ടിരിക്കുക. അർജുൻ എവിടെയാന്ന് പറയൂ. ശരി, ഓക്കെ. എന്താടാ നല്ല കോളത്തെ മട്ടാണല്ലോ. ആരാ വിളിച്ചേ? അതൊന്നും നിങ്ങൾ അറിയണ്ട, സീക്രട്ടാ. ഒന്ന് പറയടാ, കേൾക്കെങ്കിലും ചെയ്യാലോ. ആരാ വിളിച്ചേ? SP ഹരിശങ്കറിന്റെ ഭാര്യ ഡോക്ടർ ഗൗരി. ഈ SP ഹരിശങ്കറിന്റെ ഭാര്യ എന്ന് പറഞ്ഞ കളപ്പുരയ്ക്കൽ കരുണാകരൻ സാറിന്റെ മകളല്ലേ? മോനെ അർജുന, കാര്യ SP ഒരു തരികിടയാണ്. പക്ഷെ ആ മേനോൻ സാറിന്റെ മോള് പക്ക ഡീസന്റാ. നിന്റെ വേല കൈ ഇരിക്കട്ടെ. ഞാനിപ്പോ വരാം. എന്താ ഡോക്ടറെ? അർജുൻ, എനിക്കൊരാൾ അത്യാവശ്യമായിട്ടൊന്ന് കാണണം. ആരെ? മൈനെ, എന്നെ അവിടം വരെ ഒന്ന് എത്തിക്കണം. നീ ബിസിയാണെങ്കിൽ വഴി പറഞ്ഞു തന്നാലും മതി. നിങ്ങൾക്ക് എന്തിനാ മൈനയെ കണ്ടിട്ട്? കാര്യമുണ്ട്, അത് ഞാൻ അവളോട് പറഞ്ഞോളാം. എന്റെ പൊന്നു പെങ്ങളെ, അവിടെ കൊണ്ടാക്കിയ വഴി പറഞ്ഞു തരിക ചെയ്യാം. പക്ഷെ ഇനി ഇതിന്റെ പേരിൽ എനിക്ക് പോലീസിന്റെ ഇടി കൊള്ളാൻ വയ്യ. അറിയാലോ, എന്റെ നിഴൽ പോലും ആ മുറ്റത്ത് വീണ നിങ്ങളുടെ SP എന്നെ പൊക്കും. ഞാൻ കുറെ നാളായിട്ട് ഇടികൊള്ളൽ നിർത്തി വെച്ചിരിക്കുക. അതുകൊണ്ട് പറയുക. നിനക്കൊന്നും വരില്ല.
ഉറപ്പാണല്ലോ. എന്നാ ഓട്ട തിരിച്ചോ, ഞാൻ ബൈക്കിൽ പിറകെ വരാം. വഴി പറഞ്ഞു തന്നാ നിങ്ങൾക്ക് മനസ്സിലാവില്ല. കേറിക്കോ. അവരെത്തി. താനിത് എവിടെ പോയി? ഞാനിവിടെ ഉണ്ട്. ആ ആ ഞാനിവിടെ വരെ ഇല്ലു ഡോക്ടറെ. അങ്ങോട്ട് കയറുന്ന SP സാറിന്റെ ഓർഡറാ. നിങ്ങൾ ചെല്ല്. അതെ, ആരാ? എവിടെ വന്നാ? എന്താ? ഈ വീട്ടിൽ വന്നാ ചേട്ടാ. എന്താ? നിങ്ങളാരാ? SP ഹരിശങ്കറിന്റെ ഭാര്യ. എന്താണോ? ഭാര്യ? അപ്പൊ അകത്തുള്ളവളോ? ഇതൊന്നും ഇവിടെ പറ്റില്ല. വന്ന വഴിയെ വിട്ടോ. ഒരെണ്ണത്തിന് ഇവിടെ കൊണ്ട് താമസിപ്പിച്ചിരിക്കുന്നതും പോരാ, പിന്നെ പുറമേന്ന് കൊണ്ടിറക്കണോ? ഒന്ന് പോടോ. പോടോ. അതെ, ഇതാണ് ഇവിടുത്തെ അവസ്ഥ. ഡോക്ടർ ചെന്നാട്ടെ, ഞാനിവിടെ നിന്നോളാം. ചെല്ലു. അമ്മേ, ഇത് ആരുടെ വീടാ? എടുത്തി, ഞാൻ നിന്നെ ഒന്ന് കാണാൻ വന്നതാ. എടുത്തി വേണ്ട, ആ പഴയ എടുത്തി മൈനിയൊന്നും അല്ല നമ്മളിപ്പോ. പേടിക്കണ്ട, ഹരിയെ ഞാൻ തിരികെ ചോദിക്കാനൊന്നുമല്ല വന്നത്. പിന്നെ നിന്നൊന്ന് കാണാൻ വന്നതാ. എങ്ങനെ മനസ്സ് വന്നു നിനക്ക് ഈ എടുത്തെ ചതിക്കാൻ? സാരമില്ല, ഇനി നീ ഈ ഒളിച്ചു താമസിപ്പിക്കൽ അവസാനിപ്പിക്കണം. അതിനുള്ള അവസരമുണ്ട് ഇനി. ഗൗരിയെടുത്തി വഴി ഒഴിഞ്ഞു തരിക. മൈനയ്ക്കൊരു ശല്യമായി ഹരിയേട്ടന്റെ പങ്ക് പറ്റുവാൻ ഗൗരിയെടുത്തി മോള് ഒരിക്കലും വരില്ല എന്ന് പറയാൻ വന്നതാ. ശപിക്കില്ലെന്നില്ല ഞാൻ, അതിനെനിക്കാവില്ല. എന്നും നീ എനിക്ക് മകളെ പോലെയായിരുന്നു. അതുകൊണ്ടാ സ്വയം ശാപങ്ങൾ വരുത്തി വെക്കുക. നിന്നെ സ്നേഹിച്ചവരുടെ ശാപം നന്നായി വരാൻ ഗൗരിയെടുത്തി പ്രാർത്ഥിക്കാം. ആരാ മൈനെ?
സന്തോഷായി. ഗൗരി, കയറ്റി ഇറക്കണം അവന്റെ നെഞ്ചത്തോടെ. എന്താ മാഡം? ആ നിർത്ത ഈ വഴിക്ക് പോവാം. നിർത്തടോ. നിന്നെയൊക്കെ എന്തിനു കൊള്ളാടാ കഴുതേ? ഹലോ. എന്താണ് സീതാലക്ഷ്മി അമ്മേ ഒരു ചേസിംഗ്? വേണുവിനെ വീഴ്ത്തിയതുപോലെ എന്നെയും വീഴ്ത്താനോ? നടക്കില്ല അമ്മായിയമ്മേ. ഇത് മനോജ. നിങ്ങളുടെ കോർട്ടിൽ കളിക്കാൻ ഇറങ്ങുമ്പോ അറ്റ്ലീസ്റ്റ് ഒരു കൊച്ചു തരികിട നമ്പറെങ്കിലും പഠിച്ചു വെക്കണ്ടേ? നിങ്ങളെ ശരിക്കും അറിയാവുന്നുണ്ട് എനിക്കിപ്പോ ചുറ്റിലും കണ്ണ. എന്നെ അന്വേഷിച്ച് മാഡം ഒന്ന് കറങ്ങിയല്ലേ? എന്താ കാര്യം? പഴയ പല്ലവി തന്നെ. മനോജെ വേണ്ട. നിന്റെ ഉദ്ദേശം എന്തായാലും ശരി, അത് നടക്കില്ല. നടക്കാൻ ഞാൻ സമ്മതിക്കില്ല. എന്നെ കൊണ്ട് നീ ഇനിയും മഹാപാപങ്ങൾ ചെയ്യിക്കരുത്. എനിക്കിപ്പോ വലുത് എന്റെ മകളുടെ ജീവിതമാ. ഉപദ്രവിക്കരുത്. ആ മകളുടെ ജീവിതം തന്നെ എനിക്കും വലുത്. നിങ്ങൾ ഒരുപാട് മഹാപാപങ്ങൾ ചെയ്തും ചെയ്യിച്ചതുമായിട്ടുള്ള കഥകൾ ഞാൻ കേട്ടിട്ടുണ്ട്. വേണുവിന്റെ കാര്യം ഞാൻ നേരിട്ട് കണ്ടതുവാ. ഏതെങ്കിലും ഒരു തെറ്റിനെങ്കിലും നിങ്ങൾ ശിക്ഷ അനുഭവിക്കണ്ടേ സീതാലക്ഷ്മി അമ്മേ? അതിനുവേണ്ടി ജനിച്ചതാവാൻ ഞാൻ. മനോജെ വേണ്ട. ഈ കളി നമുക്ക് ഇവിടെ വെച്ച് അവസാനിപ്പിക്കാം. നീ ഇനി വേണുവിന്റെ വീട്ടിൽ പോവരുത്. എപ്പോഴും ഭാഗ്യം കൂടെ ഉണ്ടാവണമെന്നില്ല. എപ്പോഴെങ്കിലും സത്യം പുറത്തു വന്നാ ഞാൻ ഈ ചെയ്യുന്നതെല്ലാം വെറുതെയാവും. എന്റെ മകൾ അവിടെ നിന്ന് പുറത്താക്കപ്പെടും. പുറത്താക്കട്ടെ, ഞാൻ സ്വീകരിച്ചോളാം ഗീതുവിനെ. ഗീതുവിന് നിന്റെ കൂടെ ജീവിക്കാൻ ഇഷ്ടമല്ല. ഓ, ആര് പറഞ്ഞു? പഴയ സെറ്റപ്പ് ഒക്കെ മാറി. ഞങ്ങളിപ്പോ നല്ലൊരു അണ്ടർസ്റ്റാൻഡിങ്ങിലാ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഒരുപാട് ഷോ കാണിച്ച കാര്യങ്ങൾ വഷളാക്കണ്ട. അവിടെ വേണുവിന്റെ വീട്ടിലെ ഗീതുവിന്റെ കഥയ്ക്ക് ഏതാണ്ട് ക്ലൈമാക്സ് ആയ മട്ട. അധികം താമസിക്കാതെ അവളെ അവിടെ നിന്ന് പുറത്താക്കും. അപ്പൊ ഈ ഞാനേ ഉണ്ടാവും അവളെ കൈ ഏൽക്കാൻ. അത് മറക്കണ്ട. അതെ, അതിനാ ദിവസം വരെ നീ ഭൂമിയിൽ ഉണ്ടായിട്ട് വേണ്ടേ? വേണ്ടാത്ത കുരുട്ടുബുദ്ധിയൊന്നും ആലോചിക്കണ്ട. ഞാൻ ഒരിക്കൽ പറഞ്ഞല്ലോ നിങ്ങളോട്, ഒരു ദിവസം, ഒരൊറ്റ ദിവസം 4 ആള് കാണിക്കേ ഗീതുവിനെ എന്റെ ഭാര്യയായിട്ട് കൈപിടിച്ചങ്ങ് തന്നാ മതി. അത് കഴിഞ്ഞാൽ നിങ്ങൾ കൊണ്ടുപോയിക്കോ, എനിക്ക് വേണ്ടവളെ. പക്ഷേ ഒരു ദിവസമെങ്കിലും എന്റെ ഭാര്യയായി എന്റെ വീട്ടിൽ അവളെ ഞാൻ പാർപ്പിക്കും. അതെന്റെ ഒരു വാശിയാണ്. ഹലോ രഘു, എനിക്ക് നിന്നെ ഒന്ന് കാണണം.
ഇത് മതിയോ? ഇതോ? ഞാൻ പോയി ടാബ്ലറ്റ്സ് എടുത്തിട്ട് വരാട്ടോ. ആ, നീ രാവിലെ തന്നെ ടിവിയുടെ മുമ്പിൽ എത്തിയോടാ. എന്തിനാ ഈ പത്രമൊക്കെ വരുത്തുന്നേ? കൊള്ളാവുന്ന ഒരൊറ്റ വാർത്ത പോലും ഇല്ല. വെറുതെ കാശ് കളയുക. ബാങ്കുള്ള ഒരു കൊലപാതകമൊക്കെ ആർക്കെങ്കിലും ചെയ്തൂടെ? ഈ പത്രത്തിന്റെ പേരിൽ ബാക്കിയുള്ളത് മുടക്കുന്ന കാശ് മുതലായേനെ. കാലത്തെ ഞാനൊരു ചായ ചോദിച്ചിട്ടേ എന്നെ നോക്കി പേടിപ്പിച്ചിട്ട് ഉടുത്തൊരുങ്ങി പോയതാണല്ലോടാ നിന്റെ അമ്മ. എവിടെ പോയതാടാ? വേണു, നീ അറിയാൻ വേണ്ടിട്ട് ഞാനൊരു കാര്യം പറയാം. ആ അമ്പിയ പെണ്ണിന് തലയിലെടുത്ത് വെച്ചിരിക്കുക നിന്റെ അമ്മ. ഈതുമോളിലൂടെ ഒറ്റപ്പെടുക. ഇത് വല്ലതും സീതാലക്ഷ്മി അറിഞ്ഞ പാഞ്ഞിഞ്ഞെത്തും. 1-2 രൂപയല്ല നിന്റെ ചികിത്സയ്ക്ക് അവള് ചെലവാക്കിയത്. നന്ദിയെങ്കിലും കാണിക്കണ്ടടാ. ഇനി ഇതേത് മാരണമാണോ ആവോ? ഞാനിവിടെ അംബികയും വേണുവിനെ ഒന്ന് കാണാൻ വന്നതാ. വെറുതെ വന്ന് കാഴ്ച കണ്ടോണ്ട് പോവാൻ ഇത് കാഴ്ച ബംഗ്ലാവല്ല. ഇവിടെ ഇങ്ങനെ നിന്നോണ്ട് അങ്കിൾ അങ്ങനെ പറയരുത്. കാഴ്ച ബംഗ്ലാവല്ലാന്ന്. പുറത്തുനിന്ന് നോക്കുന്നവരൊക്കെ പറയുന്നത് അങ്ങനെ തന്നെ അങ്കിളെ. കുടുംബത്തിൽ കയറി വന്ന് തോന്നിവാസം പറഞ്ഞാലുണ്ടല്ലോ. ആ, ഒന്ന് മാറിയെങ്കിലേ. മാറന്നേ. നീ എന്തോ ഗുണ്ടായിസം കാണിക്കുന്നോ? ഇറങ്ങണ പുറത്ത്. അല്ലേലും ഞാനിവിടെ സ്ഥിരതാമസത്തിന് വന്നൊന്നുമല്ല. എന്റെ ഒരേ ഒരു കൂടപ്പിറപ്പ് ഇവിടെ ഉണ്ട്. അവള് ജീവനോടെ ഉണ്ടെന്ന് നോക്കട്ടെ ആദ്യം, എന്നിട്ട് ഞാനങ്ങ് പൊക്കോളാന്നേ. സുഖാണോ വേണുവിന്? ഓ, സുഖം. മിണ്ടാനും പറയാനും എഴുന്നേറ്റ് നിൽക്കാൻ പോലും കഴിയാതെ ഇങ്ങനെ ഇരിക്കുന്ന ഒരാൾ കാണണ സുഖം. എനിക്കറിയാമടാ, ഇത് കണ്ട് സന്തോഷിക്കാൻ വന്നല്ലയോ നീ? നോക്കണ്ട, ഒരിക്കൽ കുത്തിക്കൊല്ലാൻ ശ്രമിച്ചതല്ലോടാ നീ എന്റെ മോനെ. വേണുവിന് സംഭവിച്ച ആക്സിഡന്റിൽ ദുരൂഹതയുണ്ടെന്നും നിന്നെയും നിന്റെ പെങ്ങളെയും എനിക്ക് സംശയമുണ്ടെന്നും പോലീസിൽ പരാതി കൊടുത്തത് ഞാനാടാ. നിന്നെയും നിന്റെ പെങ്ങളെയും എനിക്ക് സംശയമുണ്ടെന്നും പോലീസിൽ പരാതി കൊടുത്തത് ഞാനാടാ. നിന്റെ അളിയൻ കൊമ്പത്തെ വലിയ SP ആണെങ്കിൽ എന്റെ കയ്യിലുണ്ടടാ അതിനേക്കാൾ വലിയവര്. സത്യം പുറത്തു വരട്ടെ, അതുവരെ ഉള്ളൂ ആങ്ങളുടെയും പെങ്ങളുടെയും കൂടെ പൊറുതി. ഒരേട്ടനും അനിയത്തെയും. മതി നാടകം കളി, ഇറങ്ങിക്കോ ഇവിടുന്ന്. എന്റെ മകനെ ഈ അവസ്ഥയിലാക്കിയിട്ട് കണ്ട് രസിക്കാമെന്നാണല്ലേ അവരുടെ ഒരു മരുന്നും മന്ത്രവും. നിങ്ങൾ തോന്നിയ മിണ്ടരുത്. വരരുത് എന്റെ അടുത്ത്. സഹിക്കുന്നില്ലെങ്കിൽ വിളിച്ചോട്ട് പോടാ ഇവളെ. എന്തിനേട്ടാ ഇങ്ങോട്ട് വന്നത്? ഇനി ഇങ്ങോട്ട് വരണ്ട.